നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുട്ടികളുടെ സൈക്കോളജിയെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലേക്ക് എൻ്റെ അമ്മയെ ഞാൻ ക്ഷണിക്കുന്നു. ഇതാണ് എൻ്റെ അമ്മ, കലാദേവിയാണ്. കുട്ടികളെയൊക്കെ നന്നായിട്ട് നോക്കും. അതാ അമ്മ സംസാരിക്കുന്നു. ഹലോ, നമസ്കാരം. എല്ലാവർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമാണല്ലോ. അതിലൊരു എൻ്റെ മകളുടെ കുട്ടിയാണ് ഇത്. ഇവൻ ഇവൻ്റെ പേര് ദേവവ്രത്. ഞാൻ വിളിക്കും അമ്പാടിക്കണ്ണാന്ന് വിളിക്കും. അമ്പാടിക്കണ്ണാന്ന് വിളിച്ചാൽ ഇവൻ എന്നെ നോക്കും. ഇപ്പോൾ 4 മാസമായി. എപ്പോഴും അടുത്ത ആളുണ്ടായിരിക്കണം. അതേയുള്ളൂ. അവന് പിണക്കമൊന്നുമില്ല, മിടുക്കനാണ്. പിന്നെ അടുത്ത ആളുണ്ടാവണം എന്നുള്ളതേ ഉള്ളൂ. എപ്പോഴും സന്തോഷവാനായിട്ടിരിക്കും. രാവിലെ എഴുന്നേറ്റ് ഉണർന്നു കഴിഞ്ഞാൽ ഉടൻ നോക്കുന്നത് അടുത്ത ആളുണ്ടോന്ന്. ഇല്ലെങ്കിൽ കരയും. കാരണം കുഞ്ഞുങ്ങളടുത്ത് എപ്പോഴും ആളും പേരും വേണം. പിന്നെ ഹാളിലാണ് കിടക്കുന്നത്. ഹാളിൽ കിടത്തുക എന്ന് പറഞ്ഞാൽ ജനലും വാതിലും ഒക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല ശുദ്ധമായ വായു കിട്ടും. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ അടുത്ത ആൾ വേണം. കുഞ്ഞിനെ കളിപ്പിക്കണം, എല്ലാം ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ കമന്ന് വീഴാറായി. കമന്ന് വീഴുന്നില്ല ഇതുവരെ. കമന്നൊക്കെ വീഴും. ഇനി കുളിച്ച് കഴിയുമ്പോൾ അവർ കുറച്ചുകൂടെ ഉന്മേഷം വരും. ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റതേ ഉള്ളൂ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് എല്ലാവരെയും കണ്ട് അങ്ങനെ അത്ഭുതത്തോടെ നോക്കിയിരിക്കുകയാണ്. ഈ അമ്മാവൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാം. പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. ആഹാരമൊക്കെ തൽക്കാലം അമ്മയുടെ പാലാണ് കൊടുക്കുന്നത്. ഇനി അടുത്തതായി കുഞ്ഞിൻ്റെ അമ്മ, അതായത് എൻ്റെ സഹോദരി സംസാരിക്കുന്നതാണ്. മറ്റു കുട്ടികളെ കണ്ടുള്ള പരിചയം. ഇപ്പൊ നമ്മുടെ എൻ്റെ കുഞ്ഞിനെ കണ്ടു. ഇപ്പൊ ഇവന് 4 മാസം. ഇവന് കമന്ന് വീണിട്ട് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇതിന് 3 തൊട്ട് 7 മാസം കമന്ന് വീഴുന്ന പല കുട്ടികളും പല സ്വഭാവമുണ്ട്. ചില കുട്ടികൾ 3 മാസത്തിൽ 3 മാസം. അപ്പം 3 തൊട്ട് 7 മാസം വരെയാണ് കമന്ന്. ഇനിയും സമയമുണ്ട്. ഇപ്പൊ 4 പിന്നെ ഒരിക്കലും നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടില്ല. മറ്റൊരു കുട്ടി, എൻ്റെ കുട്ടി 3 മാസം കുഞ്ഞ് 4 അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കുഞ്ഞുങ്ങൾക്ക് അത്രയും ഇഷ്ടമാണല്ലോ സമയമാകുമ്പോൾ ചെയ്യും എന്നാണ് വിശ്വാസിക്കുന്നത്. പിന്നെ കുട്ടികളുടെ സ്വഭാവം പെട്ടെന്ന് അവർ ടെൻഷനായിരുന്നു. ഇപ്പോൾ ശരിക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ കരകടച്ച് ചെയ്യും. സ്വഭാവം മാറി വന്നുകൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ഈ പറയുന്ന എല്ലാം ആനുഷംഗികമാണ്. ഒന്നും പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ കാര്യമാണെങ്കിൽ അവരുടെ സ്വഭാവം സ്ഥിരതയുള്ളതാണ്. അവർക്ക് എപ്പോഴും അവരെ നമ്മൾ ശ്രദ്ധിക്കുന്ന കെയർ കൊടുക്കുന്നത് തോന്നണം. മാത്രമല്ല നമ്മളങ്ങനെ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് ഇവനെന്നല്ല, ഇവൻ്റെ പ്രായത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും. എപ്പോഴും അടുത്ത ആളെന്നെ വേണം. ഭയങ്കര സങ്കടമാണ്. എപ്പോഴും ഒരു മുഖം തന്നെ കണ്ടുകൊണ്ടിരുന്നത് എല്ലാവരെയും കാണും. ഇവിടെയാണ് അച്ഛനും അമ്മ. എൻ്റെ മുഖം തന്നെ മാത്രം എപ്പോഴും ഭയങ്കര കാര്യം കിടത്തണം. എല്ലാവരെയും കണ്ടുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് കുട്ടികളുടെ സൈക്കോളജി ഒത്തിരി ഉണ്ട്. പറഞ്ഞ പോലെ അങ്ങനെ പറയാൻ എനിക്കറിയില്ല. ഇവൻ്റെ കാര്യം സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സ്വഭാവം ടൈപ്പ് ശരിക്കും പറഞ്ഞാൽ എടുത്ത് കരിച്ചു കുഞ്ഞുങ്ങൾ നമ്മൾ ചോറ് കൊടുത്ത് കഴിയുമ്പോഴേക്കും തമിഴ് പ്രതീക്ഷിക്കും. പിന്നെ വേറെ ആക്ടിവിറ്റീസിനൊന്നും വേറെ കുഴപ്പമില്ല. വർത്തമാനം പറയാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മളെ തിരിച്ചറിയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, വിരലൊക്കെ കുടിക്കുന്നുണ്ട്. ഇല്ല, നമ്മൾ ഈ പറഞ്ഞപ്പോൾ ഇനി 2.5 മാസം അവന് ചെയ്യാനുണ്ട്. കുഴപ്പമില്ല, പ്രതീക്ഷിക്കുന്നു. അതിനിടയ്ക്ക് തന്നെ ഇവനെ കറങ്ങി ഈ പറഞ്ഞ പോലെ ഏത് കുട്ടിയാണ് ഇതിന് മറ്റൊരു അങ്ങനെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.